ഒരു 5 വർഷം മുന്നേ തൊട്ട് തന്നെ മൃണാൾ ചേട്ടന്റെ ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഒരു ഭക്ഷണപ്രിയ ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ പുള്ളി താനൊരു ഫുഡ് ബ്ലോഗർ ആണെന്നുള്ളത് മറന്നുപോയിട്ട് ഒരു ഫുഡ് റിവ്യൂവർ ആണ് എന്നുള്ള രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ശരിക്കും ഒരു ഭക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭക്ഷണത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ വൃത്തിയോടുകൂടി ഉണ്ടാക്കിയ ഭക്ഷണം വിശപ്പ് മാറ്റാൻ സഹായിക്കുക. ഇതാണ് ഒരു ഭക്ഷണത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്വാദ് ഉണ്ടാവുക എന്നുള്ളത്. സ്വാദിൽ തന്നെ നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. സ്വാദിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഉപ്പ്, മുളക്, മധുരം, പുളി, എരിവ് തുടങ്ങിയിട്ടുള്ള രുചികളെല്ലാം ശരിയായ അളവിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി സ്വാദിന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തതയാണ്. ഇത്രയും സ്റ്റേജുകൾ കഴിഞ്ഞാലാണ് ഭക്ഷണത്തിന്റെ അവസാനത്തെ ഉദ്ദേശം വരുന്നത്, നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ഭക്ഷണം കൊണ്ട് നമുക്കുണ്ടാവേണ്ട സന്തോഷം അത് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോന്നായിരിക്കും. നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുമ്പോൾ അത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. ഒന്നെങ്കിലും അതിന്റെ ക്വാളിറ്റി നന്നാവണം, ക്വാണ്ടിറ്റി നന്നാവണം, സ്വാദ് ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് വളരെ നിർബന്ധമാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. പക്ഷേ മറ്റൊരു കാര്യം ചിന്തിച്ചൂടെ? എല്ലാ റെസ്റ്റോറൻറ്റുകളുടെ ഉദ്ദേശം ഒരേപോലെയല്ല. ഒരു നാട്ടില് അവിടുത്തെ നാടൻ പണിക്കാർക്കും അത്യാവശ്യക്കാർക്കും വഴിപോക്കർക്കും വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു ചെറിയ സെറ്റപ്പിലുള്ള ഹോട്ടൽ. ആ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നമ്മൾ ഏത് അളവുകോല് കൊണ്ടാണ് അളക്കേണ്ടത്? അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചെന്ന് വ്ളോഗ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഭക്ഷണം നമ്മളെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചാൽ ഡിപ്രഷൻ വരും, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പോവും എന്നെല്ലാം പറയുന്നത് എത്ര വലിയ അപമാനമാണ്. ആ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര വർഷങ്ങൾ കൊണ്ടായിരിക്കും ആ സംരംഭം ഈ നിലയിൽ ഓടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവുക. പുള്ളി ഇങ്ങനെയെല്ലാം തന്റെ വ്ളോഗിൽ പറഞ്ഞു വെച്ചതിനേക്കാൾ പ്രശ്നമായത് പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ എല്ലാം കീഴ്മേൽ മറിഞ്ഞു എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു കുലബന്ധവും ഇല്ല എന്നുള്ളതാണ് ആളുകൾ ഇപ്പൊ പുള്ളിയെ ഇങ്ങനെ പരിഹസിക്കാനുള്ള ഒരു കാരണമായി മാറിയത്. ഒരിക്കൽ പുള്ളി തന്റെ വ്ളോഗിൽ പറയണ്ടായി, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ബില്ലെടുത്ത് പണമെല്ലാം അടച്ചിട്ട് പിന്നെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരു മോശം ഏർപ്പാടാണ്. ഭക്ഷണം എന്നുള്ളത് വലിയൊരു ബിസിനസ് ആണെങ്കിൽ കൂടി അതിന്റെ ബിസിനസിന്റെ മുഖം ഇത്ര തുറന്നു കാണിക്കാൻ പാടില്ല എന്ന്. പുള്ളി ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഇത് തന്നെയാണ് ചെയ്തത്. പിന്നെ ആളുകൾ അത് ചോദ്യം ചെയ്യാതിരിക്കും. മറ്റൊരു കാര്യം, പുള്ളി തന്റെ റെസ്റ്റോറൻറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു പുതിയ ഐഡിയ, അതായത് ഓരോ ഭക്ഷണത്തിനും കൃത്യമായ വില. ചോറിന് 20 രൂപ, ചമ്മന്തിക്ക് 20 രൂപ, സാമ്പാറിന് 20 രൂപ. ആ രീതിയിൽ ഓരോ ഭക്ഷണത്തിനും വിഭവത്തിനും ഓരോ വില. നമുക്ക് ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്തിട്ട് അതിനു വേണ്ടിയുള്ള മാത്രം പൈസ കൊടുത്താൽ മതി. ഇതായിരുന്നു പുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത ഐഡിയ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടില് സാധാരണ ഒരു ഊണിന് 50 തൊട്ട് 80 വരെ രൂപയാണ് കൊടുക്കേണ്ടത്. അതിൽ നല്ല അസലായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ചോറും സാമ്പാറും മോര് കറിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറിയും എക്സ്ട്രാ അത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. പ്ലസ് ഒരു 2-3 ഉപ്പേരികള്, ഒരു അച്ചാറ്, ഒരു പപ്പടം. ഇതൊരു ചെറിയ അളവിൽ ആദ്യം അവർ വിളമ്പിത്തരും. ഇത്രയും കാര്യം ഒരു 50 തൊട്ട് 80 വരെയുള്ള രൂപയുടെ ഇടയിൽ നമ്മളെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിൽ സാധാരണയായിട്ട് കിട്ടും. പുള്ളി പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ പറയുന്നത് ഇത് സാധാരണക്കാരന്റെ ഹോട്ടലാണ്, സാധാരണക്കാരന്റെ ഹോട്ടലാണ്. ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു ചോറും ഒരു ചമ്മന്തിയും കൂടെ 40 രൂപയാവുള്ളൂ എന്നും ഭക്ഷണം കഴിക്കാൻ അത്ര പൈസയിലേ ചെലവാക്കണ്ടോന്ന്. 50-60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിഭവത്തോടും കൂടി അൺലിമിറ്റഡ് ആയിട്ട് ഈ സാധാരണക്കാരന് ഭക്ഷണം കഴിക്കാം. പിന്നെ എന്തിനാണ് വെറുതെ ഒരു ചമ്മന്തിയും ചോറും മാത്രം കഴിക്കുന്നത്? സാധാരണക്കാരൻ എന്താ ചമ്മന്തിയും ചോറും മാത്രമേ ഇറങ്ങുള്ളൂ? ഒരു 40-40 വയസ്സ് തൊട്ടിട്ട് ഒരു 55 വയസ്സ് വരെയൊക്കെയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ നാട്ടിൽ നാടൻ പണിക്ക് പോകുന്ന അച്ഛന്മാര്? അവർക്കൊക്കെ നല്ല വിശപ്പുണ്ടാവും ഉച്ചയ്ക്ക് കഴിക്കാൻ. പിന്നെ ചില ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ട്, അവർക്കൊക്കെ നല്ല വിശപ്പുണ്ടാവുകയെ. അവർക്കൊക്കെ ഈ 20 രൂപയുടെ ചോറ് വാങ്ങിയിട്ട് പിന്നെ ചോറ് വാങ്ങണമെങ്കിൽ രണ്ടാമത് ക്യൂ നിന്ന് കൂപ്പൺ എടുത്തിട്ട് പിന്നെ 20 രൂപയുടെ ചോറ് വാങ്ങണം. അതിലേക്ക് എന്തെങ്കിലും സൈഡ് വേണമെങ്കിൽ പിന്നെ അത് വാങ്ങണം. അതിലും സുഖമായിട്ട് നമ്മുടെ നാട്ടിലെ ചേച്ചിമാർ നടത്തുന്ന കുടുംബശ്രീ ഹോട്ടലിലൊക്കെ 50 രൂപയും 60 രൂപയും കൊടുത്താൽ വയറ് നിറച്ചവർക്ക് ചോറുണ്ണാം. പിന്നെ എങ്ങനെയാണ് ഇത് സാധാരണക്കാരന്റെ ഹോട്ടലാവുന്നത്? കാറിന് പാർക്കിംഗ് സ്ഥലം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരന്റെ ഹോട്ടലാവുമോ? നിങ്ങൾക്ക് ബൈക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം, കാറിന് പാർക്കിംഗ് സൗകര്യം ഇല്ല, കാരണം ഇത് സാധാരണക്കാരന്റെ ഹോട്ടലാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതെന്താ ബൈ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കാറ് വാങ്ങിക്കൂടെ? ഒന്നെങ്കിലും വലിയ ഐഡിയകളും ആദർശങ്ങളൊക്കെ പ്രസംഗിക്കാതിരിക്കുക. ഇനി അങ്ങനെ പ്രസംഗിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഹോട്ടലിലും ആളുകൾ വന്ന് റിവ്യൂ ചെയ്യും.
അവരത് സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കും. ആളുകൾ ഇതെല്ലാം കാണും, ഇതെല്ലാം വിലയിരുത്തും. അതിന്റെ എല്ലാം മറുപടികൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. എത്ര അതിനെതിരെ പുച്ഛിച്ചാലും കണ്ണടച്ചാലും ഇതെല്ലാം കേൾക്കേണ്ടി വരും. സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന സാധാരണക്കാരുടെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ് അത് നിങ്ങളുടെ ബിസിനസ് മന്ത്രമാണ്, ബിസിനസ് തന്ത്രമാണ് എന്നുള്ളത് ഇപ്പൊ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്തായാലും.